എന്നാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന വല്ലാത്തൊരു സംഭവം നടന്നു. ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ കെട്ട് നമ്മുടെ ബോംബെ കെട്ടാണ്. ഈ കെട്ട് കെട്ടാനും ഈസിയാണ്, അതുപോലെ അഴിച്ചെടുക്കാനും വളരെ ഈസിയാണ്. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ് സംഭവം. നമ്മൾ ഈ പലതരത്തിലുള്ള സാധനങ്ങൾ കെട്ടിക്കൊണ്ട് പോകുന്നത്, അതുപോലെ കുണ്ടും കുഴിയുള്ള റോഡും ഇതുപോലുള്ള നീളത്തിലുള്ള കമ്പികളൊക്കെ ആയിരിക്കും വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ബോംബെ കെട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ലോഡിംഗ് തൊഴിലാളി മീശക്കാരൻ അച്ചായൻ ഫൈസൽ അഫ്സലോട് രാവിലെ എന്തോ വീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഫോട്ടോഷൂട്ടിന് നിൽക്കുന്നവരാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മളെല്ലാവരും വണ്ടിയിലാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. കാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീടിനകത്ത് മാത്രമായിരിക്കും. പുറത്തിറങ്ങുന്നുണ്ട് ഒന്നെങ്കിൽ ബൈക്കല്ലേ കാറ്. എനിക്കാണെങ്കിൽ ജോലി സ്ഥലത്തും വണ്ടിയിൽ തന്നെയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സൈക്ലിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെ രാവിലെ എണീക്കുമ്പോൾ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ശീലമായി കഴിയും നൈറ്റിലൊക്കെ നമുക്ക് കിടന്ന ഉടനെ ഉറക്കം വരികയും ചെയ്യും. എന്നാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന വല്ലാത്തൊരു സംഭവം നടന്നു. അതുപോലെ സൈക്ലിങ്ങിന് ഇറങ്ങിയായിരുന്നു. സൈക്ലിങ്ങിനൊക്കെ പോയിട്ട് വീട്ടിലേക്കുള്ള സാധനമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഒന്നാമത്തെ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആക്സിഡന്റ് നടന്നു. 2 ബൈക്കുകളും കൂട്ടിയിടിച്ച് ഒരു ചേട്ടൻ റോഡിൽ കിടക്കുക. ആക്സിഡന്റ് നടന്നപ്പോൾ തന്നെ പുള്ളിയുടെ ബോധം പോയി. ഞാൻ ഉൾപ്പെടുന്ന അവിടെ ഓടിക്കൂടി എല്ലാവരും അവിടെ നിസ്സഹാരായി നോക്കിക്കിടുന്നു. ഒരൊറ്റ വണ്ടി കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. ലാസ്റ്റ് ആംബുലൻസ് ഒന്നാണ് ആ ചേട്ടനെ കൊണ്ട് ഏകദേശം അരമണിക്കൂറോടെ കിടക്കേണ്ടി വന്നു. ആ സംഭവത്തിന് ശേഷം ഞാൻ ആകപ്പാട് ഡൗൺ ആയി. പിന്നെ വീട്ടിൽ വന്ന് പിള്ളേരുടെ കളിയും ചിരിയൊക്കെ കണ്ടപ്പോഴാണ് ആ ഒരു മൈൻഡ് മാറി കിട്ടുക. അപ്പോൾ ഇന്നത്തെ ശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.